പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ്, സഞ്ചാരി മാതാവ്, സമയത്തിന് അധികാരി, നിൻ്റെ കൂടെ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും നിന്നെ അകമ്പടി സേവിച്ചുകൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തുപോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ, സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, പല ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോട്ടെ, പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം ഇതാ എന്നോട് തന്നെ. കാര്യം ലവ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണ് വേണ്ടത് ശരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, അപ്പോസ്തലന്മാർ ഉറങ്ങിയില്ലേ ഗെത്സമേനിൽ, അവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട്. മത്തായി 26:41. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ശരീരം ബലഹീനമാണ്. എന്താ സംഭവിച്ചാല് അവിടെയും ഈ ശരീരത്തിൻ്റെ വിഷയമാണേ. അതും ഇത് ഭക്ഷണം, മറ്റത് വിശ്രമം. ഈ ഭക്ഷണത്തെയും വിശ്രമത്തെയും ചില സമയത്ത് നമ്മൾ ബലഹീനമായ ശരീരം ചിലപ്പോൾ കൽപ്പനകൾ ലംഘിക്കണ കാണാം. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കർക്കശമുള്ള റബി ആയിട്ട് ഈശോ മരണില്ല. മറിച്ച് എന്താണ് അവർ പറയും, നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ, എഴുന്നേൽക്ക്, ആത്മാവ് സന്നദ്ധമാണെന്ന് എനിക്കറിയാം. അത് അണ്ടർസ്റ്റാൻഡിങ്. ശരീരം ബലഹീനവും. അപ്പോൾ വക്രത്തിൽ പോലും ഈശോ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഈ ഈശോനെയാണ് നമ്മൾ ലോകത്തിന് കൈമാറണമെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലവ്. ഇനി ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഈശോ മരിക്കും. അതാണ്. അപ്പോൾ വെറുതെ ഒരു ആശയപരമായ സ്നേഹമല്ല, വളരെ പ്രായോഗികമായി. അതാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയടക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നൊക്കെ പറയണില്ലേ. യോഹന്നാൻ 15:13. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് ഈശോ. ഈ ഈശോനെ കൈമാറണമെന്നാണ് മറ്റുള്ളവരും ആ ദൈവസ്നേഹം അനുഭവിക്കണമെന്ന് മാത്രമാണ് കൃപാസനം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഈശോനെ കൈമാറാൻ നിങ്ങളുടെ സ്റ്റാറ്റസ്, ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ. ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസാണേ. ഏറ്റവും വലിയ പ്രലോഭനം. നമ്മളവർക്കും സെക്സാണ്, അധികാരമാണെന്നൊക്കെ പറയല്ലേ. പക്ഷേ സ്റ്റാറ്റസാണ് ഏറ്റവും വലിയ പ്രലോഭനം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥന എങ്ങനെ പോകേണ്ടത്? എന്നെയും എന്ന് പറഞ്ഞ എന്നെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷി ആക്കണമേ. ഇവിടെ വിഷയം എന്ന് പറയണത് എല്ലാവർക്കും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവാനുഭവത്തെ പറ്റി പറയുമ്പോഴേ എല്ലാവർക്കും നമുക്ക് ഇപ്പം എല്ലാവരും എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞാലും എല്ലാവരും സ്വീകരിച്ചോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ് എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ജോയേൽ 2:28. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും.
പ്രൈസ്തലോട്. അത് കോമൺ പോളിസിയാണ്, ജനറൽ പോളിസിയാണ്. ദൈവം ആരെയും മാറ്റി നിർത്തണില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? എല്ലാവരെയും ആണ് സ്വീകരിക്കണത്. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം, എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിച്ച അണ്ണന്മാരെല്ലാവരും സ്വീകരിച്ചോ, ദാറ്റ്സ് അതർ പ്രോബ്ലം. അതാണ് അവിടെയാണ് അപകടം കിടക്കുന്നത്. അത് ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ്. ദൈവം പക്ഷപാതരഹിതനാണെന്ന് എഴുതിയിട്ടില്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 10:34. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും. അതാ പ്രശ്നം. ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് ജോയേൽ 2:28 പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് പക്ഷപാതമില്ല, അത്രയേ ഉള്ളൂ. ആരെയും മാറ്റി നിർത്തിയിട്ട് അവർക്ക് കൊടുക്കേണ്ട ഇവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ആർക്കും ദൈവം കൊടുക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എവിടെയാണ്? ഈ കൊടുക്കുന്ന ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ്. അതാണ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് പ്രത്യേക ഈശോ പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. ഏറ്റു പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്ക് എല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കപ്പാസിറ്റിയാണ്, കഴിവാണ്. അതായത് ഞാൻ അന്നാൾ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും നൽകി. പക്ഷെ എല്ലാവരും സ്വീകരിക്കണം നിർബന്ധമില്ല. സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പക്ഷേ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് വരണത് എങ്ങനെയാണ്? അവരെ എപ്പോഴാണ് വരണത്? അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് 8:14 എടുത്ത്, റോമ 8:14 എടുത്ത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പം ഈ യോഹന്നാൻ 1:12 റോമ 8:14 തമ്മിലാ ലിങ്ക്. എന്താ കാര്യം? സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ കഴിവെന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളായ കഴിവ്. ആ മക്കളുടെ കഴിവ് എങ്ങനെ വരണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതൊക്കെ മുമ്പ് വേറെ സംഭവമുണ്ട്. ലോകാത്മാവുണ്ട്, പിന്നെന്തുണ്ട്? ദുഷ്ടാത്മാവുണ്ട്. ഈ സംഭവത്തിനൊക്കെ അതുകൊണ്ടാണ് ജ്ഞാനസ്ഥാനപ്പെടുന്ന മുമ്പ്, ഇപ്പം ഇന്നലെയൊക്കെ ഞങ്ങൾ പള്ളിയിൽ ജ്ഞാനസ്ഥാനം പുതുക്കിയായിരുന്നു. അപ്പം ചോദിക്കും, എന്താണ് നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പറയുകയാണ്. ദൈവാത്മാവ് നയിക്കപ്പെടണം. പൊരുത്തം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് 50,000 നല്ല നോട്ട് തന്നാൽ മതി, നിങ്ങൾക്ക് 1,00,000 കള്ള നോട്ട് തരാമെന്ന് പറയുമ്പോൾ 10 ആൾക്കാർ അപ്പം തന്നെയൊക്കെ വന്ന് വീഴും. തീർന്നില്ല പരിപാടി. ഈ രാഷ്ട്രത്തെ കൊല്ലണ പരിപാടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് മടിയിൽ എന്തെങ്കിലും കിട്ടണ പരിപാടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതാണ് ലോകാത്മാവ്. അവിടെയാണ് ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ളത്തലയെ വീണ പോലെ പരിശുദ്ധാത്മാവ് തലയിൽ വീഴണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ മുല കൂടി മാറുന്ന മുമ്പ് തന്നെ വേറൊരു കുഞ്ഞും ജനിക്കാൻ പോകണം, പ്രഗ്നൻ്റായി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് നമ്മൾ വിചാരിച്ചില്ലല്ലാടോ ഇങ്ങനെ, അത് കളഞ്ഞേക്കാമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ കളയാമെന്ന് അമ്മയും പറഞ്ഞു. അവരെങ്ങനെ അവർ കൊലപാതകമല്ലേ, രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടല്ല കൊലപാതകം ചെയ്തിരിക്കണേ, ചെയ്യാൻ പോണത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ ആ രാജ്യത്തു നിന്ന് പോകും. എന്താ കാര്യം? അവർ ദുഷ്ടാത്മാവിനാൽ ആണ് നയിക്കപ്പെടുന്നത്.
എന്താ കാര്യം അല്ലേ? ദുഷ്ടാത്മാവ് നയിക്കപ്പെടും, ദൈവാത്മാവ് നയിക്കപ്പെടുന്ന മുമ്പ് നിങ്ങൾക്ക് പലരും ഗതി പിടിക്കാത്തതിൻ്റെ കാര്യം കയ്യിരിപ്പിൻ്റെ കുഴപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിങ്ങനെ ദൈവത്തെ നിങ്ങളുടെ സൗകര്യത്തിന് പറ്റുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരു ദൈവം ഇല്ല. ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എന്താ കാര്യം? നിങ്ങളുടെ സൗകര്യത്തിന് പറ്റിയൊരു ദൈവമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കൊച്ചു ജനിച്ച് അതിന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റായി. അപ്പോൾ പറഞ്ഞു ഇത് വല്ലാത്ത അവസ്ഥയായല്ല. നാത്തും പ്രഗ്നൻ്റായിട്ട് വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മായിയമ്മക്ക് എനിക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 2ാമത്തെ പ്രസവത്തിന് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ അമ്മായിയമ്മയും പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഈ കക്ഷികളെല്ലാം കൂടി കൊച്ചിനെ കൊല്ലും. അവിടുത്തെ അമ്മായിയമ്മയും ഇവിടുത്തെ അമ്മയും നിങ്ങളെ ഭാര്യയും ഭർത്താവും എല്ലാം കൂടി കൊല്ലും. ഇതിനെ പിടിച്ചു നിൽക്കണം. വാടകയ്ക്ക് പോയാലും ഒറ്റയ്ക്ക് പ്രസവിച്ചാലും ഞാൻ എന്നെ കൊല്ലത്തില്ലെന്ന് പറയലേ. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവം തന്നിക്ക് ടെസ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി. അവിടെ വിഷയം വന്നത്. സ്വസ്ത്രം യേശുവേ നന്ദി. അമ്മയുടെ ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് 2022 നവംബർ 16-ാം തീയതിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. ആ ഉടമ്പടിയിൽ എനിക്ക് 4 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. അതിലൊന്ന്, എൻ്റെ മകന് 15 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി. തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദേഹം മുഴുവൻ പൊങ്ങും. എന്നും രാവിലെ തുമ്മലും ജലദോഷവും ആയിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. 1.5 മാസത്തിനകം അവനത് മാറിക്കിട്ടി. അവനിപ്പോൾ ഷിപ്പിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ എന്ന് വിളിച്ച് ചോദിക്കും, ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അവന് ജോലിയിൽ കയറിയ പിന്നെ ഒരു ദിവസം പോലും ഒരു തുമ്മൽ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. 2ാമത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. ചേച്ചി ഇറ്റലിയിൽ സിസ്റ്ററാണ്. ചേച്ചിയുടെ മുട്ട് മാറ്റി വെച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ ആവുകയും നടക്കാൻ പറ്റാതെ വരികയും ചെയ്തു. വീൽ ചെയറിലായി. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ തൈലം എൻ്റെ മുട്ടിന്മേൽ പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. ചേച്ചിക്കിപ്പോൾ നടക്കുന്നതിനും ഒന്നിനും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ചേച്ചിക്ക് നാട്ടിൽ വരുവാൻ സാധിച്ചു. 3ാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു. അതിൽ മോന് ജോലി കയറി അതിൽ കിട്ടിയതിൽ പിന്നെ ഞങ്ങൾക്ക് ആ കടബാധ്യത 3/4 ഭാഗത്തോളം വീട്ടാൻ സാധിച്ചു. പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഒരു സാക്ഷ്യം വെച്ചിരുന്നത്. അവൾ പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരോടും പിണക്കമായി. എന്താ കാരണമെന്നറിയില്ല. വിളിച്ചു കഴിയുമ്പോൾ അവൾ ഫോൺ എടുക്കുകയില്ല. അങ്ങനെ 2-3 മാസം കഴിഞ്ഞ് ഞാനത് ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി വച്ചതിൻ്റെ ഫലമായിട്ട് 2 ദിവസത്തിനകം അവൾ വിളിക്കുകയും ഇപ്പോൾ യാതൊരു കുഴപ്പവും ആരോടും ഒരു പിണക്കവുമില്ലാതെ പോവുകയും ചെയ്യുന്നു. പിന്നെ യൂട്യൂബിലൂടെ ഞാൻ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ടോക്കുകൾ കേൾക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാൻ. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഡിസംബർ 8-ാം തീയതി ഒരു ഡേറ്റ് ഇട്ട്, അന്ന് മാതാവിൻ്റെ അമനോത്ഭവ തിരുനാളിൻ്റെ അന്ന് അവൻ ജോലിക്ക് കയറണമെന്നാണ് ഞാൻ പറഞ്ഞത്, ഡേറ്റ് ഇട്ടത്. കൃത്യം ആ ഡേറ്റിൽ തന്നെ അവന് ജോലിയിൽ കയറാൻ സാധിച്ചു. പിന്നെ അവന് മെഡിക്കലിന് പോയപ്പോൾ അവൻ്റെ കാലിൽ ഷൂ ഇട്ട തഴമ്പ് 2 കാലിലും ഉണ്ടായിരുന്നു. മെഡിക്കലിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ പറ്റിയല്ല. കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞു. അവന് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു മോനെ, അമ്മ കൂടെ വരും, മോൻ വിഷമിക്കണ്ട. ഞാൻ മാതാവിൻ്റെ തൈലം അവൻ്റെ കാലിൽ എവിടെയെല്ലാം തഴമ്പ് വന്നതുകൊണ്ടോ അവിടെയെല്ലാം എൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് 33 വിശ്വാസം പ്രമാണം ചൊല്ലി പിറ്റേ ദിവസം അവൻ ചെന്നു. അതിൻ്റെ മെയിൻ ഡോക്ടർ എഴുതി കൊടുത്തു അത് തഴമ്പാണ്, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ അവന് മെഡിക്കൽ എടുക്കുവാൻ സാധിച്ചു, ജോലിയിൽ കയറുവാനും സാധിച്ചു. പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം
സുഗന്ധാഭിഷേകം എനിക്ക് 5 പ്രാവശ്യമുണ്ടായി. ഇന്ന് രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടു. അതുപോലെ ഒരു ദിവസം ജപമാല ചെല്ലുന്ന സമയത്ത് സന്ധ്യാപ്രാർത്ഥനയിൽ മാതാവിൻ്റെ കാശുരൂപത്തിൽ നിന്നും സുഗന്ധാനുഭവം അനുഭവപ്പെട്ടു. ബാക്കി 3 പ്രാവശ്യവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായത്. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിനെല്ലാം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് ജോഫി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വഴിയായി എനിക്ക് പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ബാംഗ്ലൂരിൽ പഠിക്കുന്നു. മോള് ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഇയർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഹോസ്റ്റലിലെ ഫുഡിൻ്റെ ഇൻഫെക്ഷൻ, മോശം ഫുഡ് വെച്ച് അവൾക്ക് കൂടെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഇൻഫെക്ഷൻ ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വന്നു. ആ ഇൻഫെക്ഷൻ ഒരു മാസം 1-2 പ്രാവശ്യം വരാൻ തുടങ്ങി. അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം വോമിറ്റിങ് വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ആണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൂടെ ഡയേറിയയും. അതുകൊണ്ട് ഒരു 2 ആഴ്ച എടുക്കും നോർമലാകാൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അവളുടെ പഠിത്തത്തെ തന്നെ ബാധിക്കുമോ എന്നുള്ള ഭയം അവൾക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ ടൈമിലെല്ലാം നാട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും ചൊല്ലിയാണ് അവൾക്ക് ധൈര്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് ബാക്കി ടെസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാം നോർമലാണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്ന ആളായിരുന്നു. ആ ഒരു ഉടമ്പടി കാലഘട്ടം കഴിഞ്ഞ് ഇവിടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി കാലഘട്ടം കഴിഞ്ഞാലും നമ്മളെ ദൈവം ഓർക്കും, ഉടമ്പടിയോട് നമ്മൾക്ക് വിശ്വസ്തതയുണ്ടെങ്കിൽ. അതെൻ്റെ കാര്യത്തിലും സംഭവിച്ചിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഭവിച്ച ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ ഫെബ്രുവരിയിലും ഇതുപോലെ ഒരു വലിയ ഇൻഫെക്ഷൻ ഉണ്ടായി. അത് മാർച്ച് മാസം യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇൻഫെക്ഷനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. രാത്രിയിലൊക്കെയാണ് ഈ അഡ്മിറ്റ് ആകുന്നത്. അപ്പം രാത്രിയിൽ വിളിച്ചു പറഞ്ഞു സീരിയസ് ആയിട്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലെന്ന്. ഞങ്ങൾ രാവിലെ തന്നെ പോയി, കുറഞ്ഞപ്പം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. തീരെ ടയേർഡായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. എന്നാലും ഇരുന്ന് പഠിക്കുകയാണ്. ആ ടൈമിൽ 2 ദിവസം കഴിഞ്ഞപ്പം അതേപോലെ തന്നെ വീണ്ടും തുടങ്ങി. വീട്ടിൽ വന്നപ്പോൾ ഇൻഫെക്ഷൻ കൂടിയപ്പം ഞങ്ങൾ ഇവിടെ ആലപ്പുഴയിൽ തന്നെയുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അന്ന് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. പിന്നെ രാത്രിയായപ്പം ഞാനും മോളും മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ ഒരു 2 മണിയൊക്കെ ആയി കാണും. ആ സമയത്ത് ഇത്രയും നാളും വന്നതിൻ്റെയിലും കൂടുതൽ പ്രയാസപ്പെട്ടുള്ള സ്റ്റേജുകളായി. കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിങ്, ഡയേറിയ, പിന്നെ പ്രഷറൊക്കെ താന്നു പോവുക, പനി, ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, അവക്കൊന്നും സംസാരിക്കാൻ പോലും മേലാത്ത കണ്ടീഷനിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഈശോയെയും മാതാവേന്ന് മാത്രം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഉടമ്പടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാശുരൂപമോ തൈലോ ഒക്കെ കയ്യിലുണ്ടായിരുന്നെന്ന് ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് മാതാവേ ഞാൻ പ്രാർത്ഥിച്ചേക്കാം, എൻ്റെ കുഞ്ഞിന് ഉടനെ തന്നെ അസുഖം മാറി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ച 5 മിനിറ്റ് കഴിഞ്ഞില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഈ വോമിറ്റിങ് നിന്നു, ലൂസ് മോഷനായിട്ടുള്ളത് നിന്നു, പ്രഷറൊക്കെ എല്ലാവരും സിസ്റ്റേഴ്സൊക്കെ ഓടി വന്നായിരുന്നു. പ്രഷറൊക്കെ നോർമലാകാൻ തുടങ്ങി, ടെമ്പറേച്ചറും നോർമലായി. ഇതെല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. എന്നിട്ട് അവൾ ഉറക്കത്തിലേക്കിട്ട് പോയി.
നോർമലായിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഇതൊന്നും സംഭവിക്കാത്ത മട്ടിലുള്ള ഉറക്കമായി. രാവിലെ എണീറ്റപ്പം ക്ഷീണമാണെങ്കിലും ഫ്രഷായിട്ട് തന്നെ എണീറ്റു. കുറച്ചൊക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങി. അതുവരെ 3 ദിവസമായി ഫുഡ് കഴിക്കാതിരുന്നയാൾ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് തന്നു. കാരണം 2 ദിവസം കഴിയുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂരിൽ കൊണ്ടാക്കി. പിറ്റേ ദിവസം എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഈ കണ്ടീഷനിൽ തന്നെയാണ് എക്സാമിനൊക്കെ പോയത്. എല്ലാ എക്സാമും വളരെ നന്നായിട്ട് എഴുതി. ഉടനെ റിസൾട്ട് വന്നു. അവൾ ഫൈനൽ ഇയറിലോട്ട് നല്ല മാർക്കോടുകൂടി പാസ്സായി. അതിനുശേഷം ഇപ്പം ഇത് ഫെബ്രുവരിയിലാണ് നടന്നത്. ഇപ്പം 3 മാസം കഴിഞ്ഞു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. എന്നെക്കാട്ടിലും കൂടുതലായിട്ട് പ്രത്യക്ഷീകരണവും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി അവളും അവിടെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എനിക്കും എൻ്റെ മകൾക്കും 2 പ്രാവശ്യം മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. അതും കൂടി ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസം മോള് വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നതിന് തൊട്ടു മുൻപാകെ വീട്ടിലെല്ലാവരും ഇരുന്ന ടൈമിൽ ആ റൂമിൽ ഒരു മുല്ലപ്പൂവിൻ്റെ മണം, പെട്ടെന്ന് അവിടെ എങ്ങും മുല്ലപ്പൂ ഇല്ലായിരുന്നു. അത് മുല്ലപ്പൂവിൻ്റെ മണം തന്നെ എന്ന് പറയാൻ പറ്റില്ല. വളരെ പ്യുവറായിട്ടുള്ള നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിരുന്നു. ഞാൻ എവിടുന്നാണ് വന്നതെന്നൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല. ഒരു പൂ പോലും കാണുന്നില്ല. അതൊരു 5 മിനിറ്റ് നിന്നു. പിന്നെ അത് ആ സ്മെല്ലില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ മകള് അവിടുന്ന് ഫോൺ ചെയ്തു. റൂമിലായിരുന്നപ്പോൾ ആരുമില്ലായിരുന്നു. പ്രാർത്ഥനയൊക്കെ ചൊല്ലാനിരിക്കുന്ന ടൈമിൽ റൂമിൽ ഈ സെയിം സ്മെല്ല്, നല്ലൊരു സ്മെല്ല് റൂമിൽ നിറഞ്ഞു നിൽക്കുന്നു. അവൾ വെളിയിലോട്ട് ഇറങ്ങി നോക്കി. കൊറിഡോർ മുഴുവൻ ആ സ്മെല്ല് തന്നെ. അത് ടോയ്ലറ്റിൻ്റെ അവിടം വരെ നീണ്ടു നിന്നു ആ സ്മെല്ല്. പിന്നെ ഇത് ചില കുട്ടികൾക്കും ഈ സ്മെല്ല് വന്നു. അവർ ഷാമ്പുവോ വല്ലോ പെർഫ്യൂമൊക്കെയാണോ ഇതൊന്ന് എല്ലാവരും നോക്കി. പക്ഷേ അതൊന്നും കണ്ടില്ല. ഈ സ്മെല്ലിൻ്റെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അതും ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പം ആ സ്മെല്ല് മാറി. അപ്പോൾ അവൾക്ക് അത് ഉറപ്പിച്ച് മനസ്സിലായി ഇത് മാതാവ് അവിടെ വന്ന് തന്നെയാണെന്ന്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.